ചേട്ടാ, ഒരുപാട് PR വർക്കുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ധർമ്മടത്ത് നിന്നാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. 40 കോടിയാണ് അവിടെ ചിലവഴിക്കുന്നത്. ധർമ്മടത്ത് ശ്രീ പിണറായി വിജയന് വേണ്ടി അത്രയും വലിയ തുക ആണ് ചിലവഴിക്കുന്നത് എന്നുള്ളത് എതിർ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുള്ളത്. UDF-ന്റെ പ്രതിനിധിയാണ് പുറത്തേക്ക് വന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? ജനങ്ങളുടെ ടാക്സ് കൊണ്ട് ഇത്തരത്തിലൊരു ദൂർത്തടിക്കുന്ന സാഹചര്യം ധർമ്മടത്ത് നടക്കുന്നുണ്ടോ? ധർമ്മടത്തെ വോട്ടർമാർ ശരിക്കും പേടിച്ചിട്ടാണ് അദ്ദേഹത്തെ ജയിപ്പിച്ച് വിടുന്നത് എന്നാണ് പറയുന്നത്. ധർമ്മടത്തെ സ്ഥാനാർത്ഥി റഷീദ് പറയുന്നത്, പിണറായിയിൽ പാറപ്പുറത്ത് ആരംഭിച്ച പാർട്ടി ഈ പിണറായിയെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ 140, അവിടത്തെയും കൂടി ചേർത്ത് ധർമ്മടം കൂടി ചേർത്ത് 140 മണ്ഡലങ്ങളിൽ 139 സ്ഥലത്തും പിണറായി വിജയനെതിരെയുള്ള വിരുദ്ധതയാണ് പ്രകടമാകുന്നത്. അതിലൊന്നുകൂടെയാണ് തൻ്റെ മണ്ഡലത്തിൽ വരുന്നത്. ശരിക്കും പിണറായി പണി നിർത്തി വീട്ടിൽ ഇരിക്കേണ്ടതല്ലേ എന്ന് ശരിക്കും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാര്യം പേടിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആതിര പറഞ്ഞ പോലെ 40 കോടി രൂപയുടെ എങ്ങോട്ട ചിലവാണ് അദ്ദേഹം അധിക ദൂരത്ത് എങ്ങോട്ടാണ് ചെയ്യുന്നത്. 40 കോടി രൂപയുടെ ചിലവാണ് അദ്ദേഹം ധർമ്മടത്ത് നടത്തിയിരിക്കുന്നത്. എന്തിന് ഇത്രയൊക്കെ ചെയ്യണേ? പേടിച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്യല്ലേ? പിന്നെ ആൾക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ധർമ്മടം ഉൾപ്പെടുന്ന ഇപ്പൊ കണ്ണൂർ മണ്ഡലങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ മിക്കയിടത്തും ഈ വിമിത പ്രശ്നം നടക്കുന്നുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം മലയടിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഭരണകർത്താവിനെയാണ് പലർക്കും പ്രശ്നമായി പറയുന്നത്. അപ്പോ അത്തരത്തിലൊരു കാര്യം ഇതിനു മുൻപ് ഈ ധർമ്മടത്തെ എങ്ങനെയാണ് ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടോ നോക്കുമ്പോൾ അങ്ങനെയില്ല. ധർമ്മടം സുരക്ഷിതമാണ്. ധർമ്മടത്ത് വിജയ സാധ്യത ഉറപ്പാണ്. അവിടെ ശ്രീ പിണറായി വിജയൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തിന് വിജയം ഉണ്ടാവും. പ്രതിച്ഛായ പ്രശ്നം അവിടെ ഇല്ല. 86% ആൾക്കാർ ശ്രീ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഇലക്ഷൻ പോളുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ധർമ്മടത്തുണ്ടെങ്കിൽ എന്തിനാണ് ഈ കോടികൾ മുടക്കിയിട്ടുള്ള PR വർക്കുകൾ നടത്തുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു കോടികൾ മുടക്കിയിട്ടുള്ള PR വർക്ക് എന്ന് പറയുന്നത്, നമ്മളോട് ഈ കണ്ണൂരിൽ നിന്നൊക്കെ വിളിക്കുന്ന ചില സഖാക്കൾ സംസാരിക്കുമ്പോൾ പറയുന്നത്, ഇവിടെ ഈ കണ്ട സ്ഥലത്തൊക്കെ തന്നെ പാലവും റോഡും തോടും ഒക്കെ അദ്ദേഹം പണിതുണ്ടെങ്കിലും അവിടെ ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ പോലും നേരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ഇല്ലല്ലോ നാട്ടിൽ. ഈ അവിടെ നിന്ന് കെട്ടും ഭാണ്ഡവും പറക്കി ഇങ്ങനെ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ വന്ന് കിടക്കുകയല്ലേ. അപ്പോൾ ഇന്നതൊക്കെ ചെയ്തു എന്ന് അവിടുത്തെ അവിടെ നാട്ടുകാരുടെ ഇദ്ദേഹത്തിന് വലിയ ഇമേജ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അവിടെ ഇതൊക്കെ ചെയ്തു ഇദ്ദേഹം. ഇപ്പോൾ പെരുമ്പുഴ പാലം, ഇനി അല്ലെങ്കിൽ വേറെ റോഡ് തോട്, ഇങ്ങനെ എന്തൊക്കെ അദ്ദേഹം വികസനങ്ങൾ, ഇപ്പോൾ അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പം അത്രയൊന്നും വികസനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇത് ചെയ്തു എന്ന് കാണിക്കേണ്ടത് സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം കൂടെ. ചിലർ അങ്ങനെയാണല്ലോ, ഇപ്പം നാട്ടുകാരുടെ ഒരു സമ്മതി കിട്ടാത്ത ചില ആൾക്കാരുണ്ടാവും. വെളിയിൽ അവർക്ക് ഭയങ്കര ഇതായിരിക്കും, സ്വന്തം നാട്ടുകാർ ഒരു മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലയോ എന്നെ മൈൻഡ് ചെയ്യാത്തവരെ നിങ്ങൾ കാണൂ, ഞാൻ ഇന്നതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണോ 40 കോടി രൂപയുടെ ചിലവ്? ഇപ്പം എത്രയെന്ന് പറഞ്ഞ് ഫ്ലക്സ് വയ്ക്കും, എത്ര ഫ്ലക്സ് വയ്ക്കും, എത്ര നമ്മളെ നികുതി പണിയെടുത്ത് വേറെ എന്തൊക്കെ ഇദ്ദേഹം ചെയ്യും? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. തീർച്ചയായും അത്തരത്തിലുള്ള ഇപ്പൊ നികുതി പണത്തെ പറ്റി ആലോചിക്കുമ്പോഴാണ് അപ്പോൾ കണ്ണൂരിലെ ജനങ്ങൾക്കപ്പുറത്തേക്കും ഈ ഒരു PR കഥകൾ നമ്മൾ കാണുന്നത് ബേപ്പൂരിൽ നിന്നായിരുന്നു. ബേപ്പൂരിൽ 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഇത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് PV അൻവർ ആയിരുന്നു. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചെലവഴിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് മുഖം വെളുപ്പിക്കുക അല്ലെങ്കിൽ മുഖം അദ്ദേഹം ചെയ്തു എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി. പിന്നീട് ഒരു അഭിമുഖത്തിന്റെ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കണക്ക് പറയുന്നുണ്ടായിരുന്നു. ശ്രീ മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിന് 11 ലക്ഷം രൂപയായിരുന്നു ചെലവായത്. അപ്പോൾ അത്തരത്തിലുള്ള കണക്കുകൾ മുന്നോട്ട് വരുമ്പോൾ ഈ പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ കോടികൾ മുന്നോട്ട് വെക്കുന്നത്? അല്ലെങ്കിൽ ഇത്രയധികം പണം ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള പണമാണ്, സർക്കാർ മാറ്റിവെക്കുന്ന പണമാണ്. അപ്പോൾ ഗവൺമെന്റ് സർവീസിൽ നിന്നാണ് ഈ പണങ്ങളൊക്കെ അനുവദിക്കുന്നത്, അല്ലാതെ പ്രത്യേക പാർട്ടി ഫണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നില്ല. അപ്പോ ഇത് ജനങ്ങളെ ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ഈ ഒരു ഭരണം മാറുകയാണെങ്കിലും ഇനി മാറിയില്ല തുടരുകയാണെങ്കിൽ പോലും ഇത് രണ്ടവസ്ഥയാണെങ്കിലും ജനങ്ങളെയല്ലേ ഇത് ബാധിക്കാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്ന സർക്കാരിന് അധിക ബാധ്യതയാണ് ഇതുകൊണ്ടൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. ഇദ്ദേഹം കണ്ട ബസ്സിലും വഴിയിലും എല്ലായിടത്തും ഒക്കെ ഫ്ലെക്സും ബോർഡും ഒക്കെ വെച്ചിട്ടേ ഇതിൻ്റെ എല്ലാം കാശെന്ന് പറയുന്നത് ഇനി അടുത്ത വരാൻ പോകുന്ന സർക്കാർ
അവർക്ക് കൊടുത്ത് അവർക്ക് അധിക ബാധ്യത. എന്തിനു പറയുന്നത്, ജനിക്കാൻ പോകുന്ന ഒരു 5 കൊല്ലം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് പോലും അധിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തു വെച്ചിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അധിക ബാധ്യത തന്നെയായിരിക്കും. ആ അധിക ബാധ്യത ഉണ്ടാക്കി വെക്കുകയാണ്. നമ്മുടെ നികുതി പണത്തിൽ അല്ല, ഖജനാവ് ഇപ്പോൾ ഒന്നാമതേ കാലി എന്ന് പറയുന്നത് അതിനിടയ്ക്കൂടെ ഇതും കൂടെയൊക്കെ. എന്തിനാണ് 40 കോടി രൂപയുടെ ചെലവ് നമുക്ക് എത്ര ആലോചന പിടികിട്ടുന്നില്ല. പിന്നെ അതിൽ എതിർ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് പറയുന്നത് പോലെ പിന്നെ ഇത്തരത്തിൽ ഈ പിണറായിയിൽ തുടങ്ങിയ പാർട്ടി പിണറായിയിൽ തന്നെ ഉദകക്രിയ, ഇപ്പോൾ ധർമ്മടത്ത് ആണ് മത്സരിക്കുന്നതെങ്കിലും പിണറായിയിൽ ഉദയം ചെയ്ത പാർട്ടി പിന്നെ CPM ഉദയം കൊണ്ട മണ്ണായ പാറപ്പുറത്ത് പാർട്ടിയുടെ ഉദകക്രിയ നടത്താനാണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. 139 മണ്ഡലങ്ങളിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പിണറായി വിജയനെ തോൽപ്പിക്കാനാണ് എന്നാണ് പറയുന്നത്. പിണറായി വിജയനെ തോൽപ്പിക്കാനാണ്. പിണറായി വിരുദ്ധത, പിണറായി ആൻറ്റി ഇൻകംബൻസിക്ക് പുറമെ പിണറായിയുടെ മുഖം. അതായത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ചില ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് പിന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അയക്കണ്ട എന്ന് പറഞ്ഞ് പാർട്ടി സംഘടന ആൾക്കാർ കത്ത് കൊടുത്തെന്ന് വാർത്തയുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അല്ല, സത്യാവസ്ഥ ഇതിങ്ങനെ അറിയുന്നത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വോട്ട് കുറയൂന്നാ പറയുന്നത്. അല്ല, ആ ഒരു വോട്ട് ഭീതി ധർമ്മടത്തുള്ളത് കൊണ്ടാണോ കോടികൾ അവിടെ ചിലവഴിക്കേണ്ട സാഹചര്യം വരുന്നത്? അല്ല, പേടിച്ച ആൾക്കാർ വോട്ട് ചെയ്യുമെന്നാണ് നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് പറയുന്നത്. പേടിയാണ് ആൾക്കാർക്കൊക്കെ. ആരെയാണ് പേടിക്കുന്നത്? പിണറായി വിജയനെയും ധർമ്മടത്തുള്ള ജനങ്ങൾക്ക് പേടികൊണ്ടാണ് അവിടെ വോട്ട് ബാങ്കിലേക്ക് വരുന്നതെന്നാണോ ഇപ്പൊ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്? തീർച്ചയായിട്ടും ആൾക്കാരെ ഈ 5 കൊല്ലം ഈ ശല്യം ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി വിജയിപ്പിച്ച് വിടുന്നതെന്നാണ് പറയുന്നത്. ഈ 5 കൊല്ലം ഇവിടെ ഇലക്ഷൻ കഴിയുന്നു, 5 കൊല്ലം ഇവിടെ കാണത്തില്ലല്ലോ, അങ്ങ് ജയിപ്പിച്ച് വിടുകയാണ്. ആ ശല്യം അങ്ങ് തീരുമല്ലോ എന്ന് കരുതി ഇവിടെ ഇങ്ങനെ വരേ വേണ്ട, ഞങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്ത് നിങ്ങളങ്ങ് പറഞ്ഞു വിട്ടുതരാം, അങ്ങ് പൊക്കോ, തിരുവനന്തപുരത്തെങ്കിൽ തിരുവനന്തപുരത്ത്, വേറെ എവിടെ വേണോ പൊക്കോ എന്നും പറഞ്ഞ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഇടത് സൈബിടങ്ങളിൽ നിന്ന് വരുന്നത് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അബ്ദുൾ റഷീദാണ്. പൊതുവെ ഈ എതിർ സ്ഥാനാർത്ഥിയൊക്കെ ആരോപിക്കുന്ന സമയത്ത് വലിയ ഒരു വില കൊടുക്കുന്ന സാഹചര്യമില്ല. കാരണം അവിടെ എങ്ങനെയെങ്കിലും ജയിക്കുക അല്ലെങ്കിൽ ഭൂരിപക്ഷം പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ സ്ഥാനാർത്ഥികളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ വീണ്ടും അവിടെ ജയം ഉണ്ടായില്ലെങ്കിൽ പോലും ശ്രീ പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് മാറിക്കൂടെ, അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗിക്കുന്നതുമായിക്കൂടെ? അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന തുക 40 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചെലവാക്കാം. മാക്സിമം അതൊക്കെ തന്നെ ഏറ്റവും കൂടിയ തുകയാണ്. 40 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാനാ? ഈ 40 ലക്ഷം രൂപയുടെ പൊടിയങ്കാരം എന്ന് പറഞ്ഞാൽ പൊടി പാറലേ നടത്താവും. അതിന് ആ പറഞ്ഞ സ്ഥലത്ത് ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ 40 കോടി രൂപയുടെ ചെലവാണ്. അതിൽ പറയുന്നത് 1 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപ മതിപ്പ് വരുന്ന 400 ബോർഡുകളാണ്, ഹോർഡിങ്സാണ് അദ്ദേഹത്തിനോട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അധിക ചെലവല്ലേ? ഇത് ആർക്ക് വേണ്ടി ഇത്രയും ചെയ്യണം? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം ചെയ്തു എന്ന് കണക്ക് നാട്ടുകാർ ഇനി ഈ ധർമ്മടത്ത് ബോധിപ്പിച്ചാലേ ഉള്ളൂ. അതൊരു ബോധിപ്പിക്കൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഭരണാധികാരി ചെയ്യുന്ന പ്രവൃത്തികൾ ജനങ്ങൾ അനുദിനം അറിയൂലേ? അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഹോർഡിങ്സ്. ഈ 40 കോടി എന്ന് പറഞ്ഞ കണക്കുകൾ വരുന്നത് ധർമ്മടത്തേക്ക് മാത്രമല്ലേ, അല്ലാതെ ഈ ബാക്കിയുള്ള PR വർക്കുകളെല്ലാം ഉൾപ്പെടുന്ന കണക്കൊന്നും അല്ലല്ലോ ഈ 40 കോടി എന്ന് പറയുന്നത്. അല്ല, ഈ 40 കോടി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ ഈ കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ക്യാൻസൽ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും അതേപോലെ പിന്നീട് അത് പറ്റില്ല, അല്ലെങ്കിൽ ഈ പെൻഷനുമായി ബന്ധപ്പെട്ടായിരുന്നു, കാർഷിക പെൻഷനായിരുന്നു, അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇത്തരം ഒഴിവാക്കലുകൾ, കാരണം ഒന്ന് ആലോചിക്കണം, സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ട ഇത്തരം ആനുകൂല്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ജനപ്രതിനിധികൾ ഇവിടെ കോടികൾ മുടക്കി PR വർക്കുകൾ ചെയ്യുന്നത്. കാറുകളുടെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, കൃത്യമായി എണ്ണിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഇത് പറയുന്നത്. കാരണം തന്റെ മണ്ഡലമായതുകൊണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ഗവൺമെന്റ് ഓഫ് കേരളക്കെതിരെയാണ് പോകുന്നത്. കേരള സർക്കാരിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം എന്ത് പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്? മുഖ്യമന്ത്രി ആയതുകൊണ്ട് കോടികൾ തോന്നുന്ന രീതിയിൽ ദൂർത്തടിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊരു ന്യായമായിട്ടുള്ള ഒരു നിലപാടല്ല, രീതിയല്ല. ഇതിന് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. ഇത് കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് എന്നല്ലേ പറഞ്ഞേ? ഈ അബ്ദുൾ റഷീദ് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം തളിപ്പറമ്പിലേക്ക് ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് തീരുമാനിച്ച് അവിടെ പോയി പണിയെടുത്തോളാൻ പറഞ്ഞ ആളാണ്. അപ്പോൾ
തളിപ്പറമ്പിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദനാണ്. അതെ, പിന്നീട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ വളരെ വളരെ ഊർജ്ജസ്വലനായി പുള്ളി ഓടി നടക്കുന്നുണ്ട്. കാര്യം സാധാരണ ധർമ്മടത്ത് ഇദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കിട്ടുന്ന വോട്ട് നോക്കിയാൽ മതി എന്ന രീതിയിലായിരിക്കും. പക്ഷേ ധർമ്മടത്ത് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയായ റഷീദ് പറയുന്നത് പിണറായിയിൽ തുടങ്ങിയ പാർട്ടി പിണറായിയിൽ തന്നെ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ എൻ്റെ അന്ത്യകുദാശ ആയിക്കോളും എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്. കാര്യം എന്ന് വെച്ചാൽ പിണറായി വിരുദ്ധ വികാരം 139 മണ്ഡലങ്ങളിൽ ഇവിടെ ഒഴികെ ബാക്കി എല്ലായിടത്തും, ഇവിടെ ഒഴികെ എന്നല്ല, ഇവിടെ നടക്കുന്നുണ്ട്, ബാക്കിയുള്ളിടത്തും നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ ഇവിടെ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഈ ചെലവിനെ സംബന്ധിച്ച് അദ്ദേഹം കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കേസുമായി മുന്നോട്ട് പോട്ടെ. 40 കോടിയുടെ വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ 40 കോടി ചെലവാക്കിയത്, അതേപോലെ അതിന്റെ കണക്കുകൾ ആവശ്യമായിട്ടുണ്ട്, എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ധർമ്മടത്ത് ഇത് ചിലവാക്കിയത്, ഇതിന്റെയൊക്കെ കണക്കുകൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരും. അതാണല്ലോ നമ്മൾ വഴിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ധർമ്മടത്ത് നിന്നുള്ള ഒരു വാർത്തയാണിത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷനുകൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇതിൽ കൂടുതൽ ചെലവുകളിലേക്ക് പോകാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. കാരണം ഇനിയും ദിവസങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിന്. ഒരു കാര്യം കൂടെ പറയാം. ഇത് ഇത്രയും പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിന്റെ പണ്ട് മുതലേ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്, പുള്ളി പോകുന്നത് അന്നും സ്കൂട്ടറിലൊന്നുമല്ല, കാറിലേ പുള്ളി സഞ്ചരിക്കത്തുള്ളൂ. ഈ പറയുന്ന നേതാവ് പിണറായി വിജയൻ എന്ന നേതാവ് കാറിലേ സഞ്ചരിക്കത്തുള്ളൂ. അന്നും അംബാസിഡർ കാറിലെ പുള്ളി പോകത്തുള്ളൂ. സുഗലോലുപതയുടെ ഒരു പര്യായമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹം സ്കൂട്ടറിൽ നിന്ന്, അദ്ദേഹം എന്ന് നേതാവായ അന്ന് മുതൽ ഒരു കാറുണ്ട് അദ്ദേഹത്തിന്. ആ കാറിൽ, ഒരു അംബാസിഡർ കാറിൽ പിറകിലത്തെ സീറ്റിൽ ഇരുന്ന് അദ്ദേഹം ചെന്നിറങ്ങും. അല്ല, ഇദ്ദേഹത്തിന്റെ ആയ കാലത്ത് കുറെ ബൂട്ടിന് അടികളും ചവിട്ടുകളും ഒക്കെ കൊണ്ട ചരിത്രമൊക്കെ നമ്മൾ കേട്ട് പരിചിതമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ പിന്നീട്. കാരണം ഈ പോലീസ് ചവിട്ടുകളൊക്കെ കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പിന്നീട് അവരുടെ ആരോഗ്യം അത്രയങ്ങ് സുഖകരമായിരിക്കില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവർ അങ്ങനെ സഞ്ചരിക്കുന്നത്. എന്തായാലും അതൊക്കെ നമ്മളെ ബാധിക്കുന്നതിന്റെ കാര്യങ്ങളൊന്നുമല്ല. അത് ഓരോ നേതാക്കന്മാരുടെ രീതികൾ അനുസരിച്ചിരിക്കും. അതെ, ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. പക്ഷേ ഈ 40 കോടി എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത് ജനങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് മാത്രമാണ് സംസാരിക്കേണ്ടത്. അറിയുക, ഇവിടുത്തെ ആശാ വർക്കർമാരുടെയൊക്കെ സമരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പാചക തൊഴിലാളികളുടെ സമരങ്ങളാണെങ്കിലും ഇത്തരം പൈസകളൊന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും ബാക്കി ദിവസങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാനുണ്ട്. എന്താണ് ധർമ്മടത്ത് നടക്കുന്നത്, അപ്പൊ ഇനിയും കോടികൾ അവിടെ ചിലവഴിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്.